എല്ലാവർക്കും മെഡിക്കയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണക്കപ്പയർ വെച്ചുള്ള ഒരു ഒഴിച്ചു കറിയാണ്. 1.5 കപ്പ് ഉണക്കപ്പയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ 1 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉണക്കപ്പയർ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇതിനൊരു 3-4 വിസിൽ എന്തായാലും വരേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും എടുക്കാം. ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 10-12 ഉള്ളി എടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും ഒരു 6 ഉള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവുമാണ്. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോളയും വേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവോള മൂത്ത കളറ് മാറിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ മൂത്ത് നല്ല മണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉണക്കപ്പയർ ചേർത്ത് കൊടുക്കാം. വേവിച്ച ഉണക്കപ്പയർ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഉണക്കപ്പയർ വേവിച്ചപ്പോൾ വെള്ളം ആവശ്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 1.5 കപ്പോളം ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും പെരിഞ്ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പെല്ലാം കറിയിലേക്ക് നന്നായി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചു കറിയാണിത്. കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്